പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നല്ലൊരു പ്രഭാതം കാണുവാൻ ദൈവം ഒരുക്കിയ കൃപകൾക്കായി ദൈവത്തിനോട് സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. എന്നെ ശബ്ദ സന്ദേശത്തോടെ ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗത്തിൽ വരുന്നവനായ യേശു ക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ ഈ പ്രാരംഭത്തിൽ അറിയിക്കുന്നു. എല്ലാവർക്കും മോർണിംഗ് റൂമിലേക്ക് സ്വാഗതം. 1 ശമൂവേലിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നമുക്ക് കാണുവാനായി സാധിക്കുന്നു. ഹന്ന ഹൃദയം കൊണ്ട് സംസാരിച്ചതിനാൽ അവളുടെ അധരം അനങ്ങിയതല്ലാതെ ശബ്ദം കേൾപ്പാനില്ലായിരുന്നു. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തും ആഴത്തിലുണ്ടായ ചില മുറിവുകൾ നിമിത്തം ഒന്ന് ദിവസത്തിൽ പൊട്ടിക്കരയുവാൻ കഴിയാതെ ഹൃദയം കൊണ്ട് പലപ്പോഴും ദൈവത്തോട് സംസാരിക്കുന്ന ചില മേഖലകൾ നമ്മുടെ ജീവിതത്തിന് മധ്യം ഉണ്ടായിരിക്കാം. വാ തുറന്ന് സംസാരിക്കുവാനോ ശബ്ദം പുറത്തു വരുവാനോ കഴിയാതെ വണ്ണമുള്ള ചില വേദനകൾ, ആഴത്തിൽ പതിഞ്ഞ ചില മുറിവുകൾ. ഇന്ന് പകൽക്കാലം ആരെങ്കിലും അങ്ങനെ ചില സാഹചര്യങ്ങൾക്കകത്തൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ പ്രിയരെ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. നിങ്ങൾ കലങ്ങിപ്പോകരുത്, തളർന്നു പോകരുത്. ദൈവസന്നിധിയിൽ ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് മധ്യത്തിൽ ദൈവത്തിൻ്റെ കരം ഈ ദിവസങ്ങൾ ചലിക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. ആരോടും പറയുവാൻ പറ്റാത്ത വിഷയങ്ങളായിരിക്കാം, ഒരുപക്ഷെ ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത വിഷയങ്ങളായിരിക്കാം, പറഞ്ഞിട്ടും പരിഹാരമില്ലാത്ത വിഷയങ്ങളായിരിക്കാം. ഇന്ന് പകൽക്കാലം എന്ത് തന്നെ വിഷയത്തിൻ്റെ അകത്ത് നിങ്ങൾ ഞെരങ്ങുന്നുണ്ടെങ്കിലും ആ വിഷയത്തിൻ്റെ അകത്ത് സർവശക്തനായ ദൈവം നിങ്ങൾക്ക് വേണ്ടി കാര്യം സാധിപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരും. ഇവിടെ ഹന്നയുടെ ജീവിതം എടുത്തു നോക്കിക്കേ. ആമേൻ. തന്നെ കുത്തി നോയിപ്പിക്കുന്ന ഒരു പെനീന ഭവനത്തിൻ്റെ അകത്തുണ്ട്. ഒരു പക്ഷേ ഹന്നയുടെ വേദന, ആ സമയത്തുണ്ടാകുന്ന ആ മുറിവിൻ്റെ ആഴം പെനീനയോട് പറഞ്ഞാലും പെനീനയ്ക്ക് അതൊരു മനസ്സിലായെന്ന് വരത്തില്ല. ആമേൻ. തന്നെ ചേർത്ത് പിടിക്കുന്ന എൽക്കാന ഭവനത്തിനകത്തുണ്ട്. പക്ഷേ അവളുടെ ഹൃദയത്തെ അകത്തുള്ള മുറിവുകൾ, ആ വേദന പങ്കുവച്ചാലും ആമേൻ, അവൾക്ക് കിട്ടാവുന്ന ആശ്വാസത്തിനൊരു ലിമിറ്റുണ്ട്. അതിനപ്പുറമായിട്ട് എൽക്കാനിൽ നിന്നും ഒന്നും ലഭിക്കത്തില്ല എന്നുള്ള നല്ല ബോധം ഒരുപക്ഷെ ഹന്നയ്ക്ക് ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ ആമേൻ, ഇവിടെ ഹൃദയം കൊണ്ട് ആമേൻ, അവളുടെ അധരം അനങ്ങിയതല്ലാതെ ശബ്ദം പുറത്തു വരാതെ ആമേൻ, അവൾ ദൈവത്തോട് സംസാരിക്കുന്ന, ദൈവത്തോട് തൻ്റെ ഹൃദയത്തെ പങ്കുവയ്ക്കുന്ന ഹന്നയാണ് നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. ഇന്ന് പകൽക്കാലം ആരോടും പറയുവാൻ പറ്റാത്ത വിഷയത്തിൻ്റെ അകത്ത് വളരെയധികം ഹൃദയനുറുക്കത്തോടെ നീ ആയിരിക്കുന്നുവെങ്കിൽ ദൈവസന്നിധിയിൽ നിങ്ങളുടെ ഹൃദയത്തെ പകരണം. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടി കാര്യം സാധിപ്പിക്കുവാൻ, നിങ്ങൾക്ക് വേണ്ടി ആ വിഷയത്തിന് മറ്റൊരു സമാധാനം തരുവാൻ, ആമേൻ, ഹല്ലേലൂയ, മുന്നോട്ടുള്ള ജീവിതത്തിൻ്റെ അകത്ത് ഒരു പരിഹാര മാർഗമായി ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് ചില വഴികളെ തുറക്കുവാൻ, ചിലതിനെ പണിയുവാൻ, ആമേൻ, ചിലതിനെ ധാരാളമായി തരുവാൻ ഇടയായിത്തീരും. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഹൃദയത്തിൻ്റെ ആ വേദന ആമേൻ ദൈവസന്നിധിയിൽ പകരുക. ആമേൻ. സ്തോത്രം. അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ പ്രകാരം നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു, വളരെ കരഞ്ഞു. ആമേൻ. സ്തോത്രം. ഒരുപക്ഷെ ദൈവസന്നിധിയിൽ പോയിരിക്കുമ്പോൾ വാക്കുകൾ നമുക്ക് കിട്ടത്തില്ല, എന്ത് പറയണമെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ പൊട്ടിക്കരയുന്ന ചില അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് കടന്നു വരാറുണ്ട്. ഇതെങ്ങനെ ഞാൻ ദൈവത്തിൽ അവതരിപ്പിക്കുമെന്നുള്ള ടെൻഷൻ കാരണം ദൈവത്തിൽ പൊട്ടിക്കരയുന്ന ചില അനുഭവങ്ങളുണ്ട്. ആമേൻ. ആ വിഷയത്തിൻ്റെ മധ്യമൊക്കെയും ഈ ദിവസങ്ങളിൽ സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് ഇടയായിത്തീരും. മനോവ്യസനത്തോടെ യഹോവയുടെ സന്നിധിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ ഈ ദിവസങ്ങൾ വെറുതെയായി പോകത്തില്ല, വൃഥാവായി തീരത്തില്ല. അതിൻ്റെ മധ്യത്തിൽ ദൈവത്തിൻ്റെ കരം ചലിക്കും, ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. ഹന്ന യഹോവയിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് തൻ്റെ ഹൃദയത്തെ ദൈവത്തിൽ പകർന്നതുപോലെ ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഹൃദയത്തെ ദൈവസന്നിധിയിൽ പകരുക. വ്യസനത്തോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ആ വിഷയങ്ങൾക്ക് മധ്യേ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് ഇടയായിത്തീരും. നിങ്ങൾ തളർന്നു പോകരുത്, ക്ഷീണിച്ചു പോകരുത്, മടുത്തു പോകരുത്. ദൈവത്തിൻ്റെ പ്രവൃത്തി അതിവിദൂരമല്ല. ദൈവം നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം.